ബീഫ് ഫ്രൈൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ നമുക്കിതിൻ്റെ അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കുറച്ച് വലിയ പീസാക്കി എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് വലിയ ജീരകവും ഉലുവയും അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൗ ഒക്കെ കൈയിട്ട് നല്ലോണം കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് അടച്ചു വെച്ചൊരു 8 വിസിലടിക്കട്ടെ. 8 to 10 വിസിൽ വരെ നമുക്ക് അടുപ്പിക്കാം, വെള്ളം ഒഴിക്കരുത്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് പോകരുത്. ഒരു ഗ്ലാസ് പോലെ ആകുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ബീഫിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കണം. അതിനുശേഷം ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം ഒരു 15 മിനിറ്റ് നമുക്കിത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി ഡ്രൈ ആയ നല്ല ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ടേസ്റ്റാണ്. അതല്ല വെറുതെ പെറുക്കി തിന്നാനും അടിപൊളിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും